ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ റോസ്റ്റാണ്. കേക്ക് വൃത്തിയാക്കി വെച്ച് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂണ് മുളക് പൊടി ഇട്ടാണ്ട് പുരട്ടി വെച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമ്മളൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു 2-3 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. വേണ്ടത് ഒരു 2 വലിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, ഒരു 1/4 കഷ്ണം ഇഞ്ചിയും, ഒരു പോള വെളുത്തുള്ളി, ഒരു 10 ചെറിയ ഉള്ളി, ഒരു തക്കാളി, കരിവേപ്പിൻ്റെ ഇല, മുളക്. ഫ്രൈ ചെയ്തത് മാറ്റി വെച്ചിട്ടുണ്ട്. ആ എണ്ണയിൽ തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഇതിന് പച്ചമണം മാറി വെച്ചിട്ടുണ്ടെങ്കിൽ വഴറ്റി കൊടുക്കും. ഇതായിട്ടുണ്ട്. നമുക്ക് വെല്ലുള്ളി, സവാള, എണ്ണ കുറവുണ്ടെങ്കിൽ ലേശം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതൊന്ന് പെട്ടെന്ന് വഴഞ്ഞ് നിർത്താൻ വേണ്ടിയിട്ട് ലേശം ഉപ്പിട്ട് കൊടുക്കും. ഇതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. നമുക്ക് ചെറിയ ഉള്ളി കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതല്ലോ വരച്ചിട്ട് തക്കാളി ഇട്ടാൽ കേട്ടോ. അത് വരഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് തക്കാളി പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്കൊന്ന് തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് ഉള്ളിൻ്റെ കൂടെ വഴഞ്ഞ് വരട്ടെ. അപ്പോൾ അതുവരെ നമുക്ക് വഴറ്റി കൊടുക്കാം. തക്കാളി വഴഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ചധികം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. നമ്മൾ വറുത്തയിൽ ലേശം ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് ചെയ്യണം എടുത്തോളൂ. ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, മുളക് പൊടി അതൊരു 3/4 സ്പൂണ്, അപ്പം നമുക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കറി പോലെയാണെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് 1.5 ഗ്ലാസ് ഒക്കെ ഒഴിക്കുക. അല്ലാതെ വെള്ളം ഒരു രസം ഉണ്ടാവില്ല. മസാലയൊക്കെ ഒന്ന് ചെമ്മീൻ്റെ ഉള്ളിലേക്കൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ലേശം വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം. ഇനി ഇതൊന്ന് തളിച്ചിട്ട് നമ്മൾ ചെമ്മീൻ ണ്ട്. നല്ലോണം തിളക്കേണ്ട, ജസ്റ്റ് ഒന്ന് തിളച്ചാൽ നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇപ്പം നമുക്ക് ലാസ്റ്റ് നോക്കിയിട്ട് ഇട്ടാം. ഫ്ലെയിമിട്ട് വേവിച്ചെടുക്കാം. എല്ലാം നമുക്ക് ഈ സമയത്ത് ഉപ്പുണ്ടാവും നോക്കട്ടോ.
പൊടിക്ക് ഉപ്പിട്ട് കൊടുക്കാം. സെറ്റായിട്ടുണ്ട്. ഫ്ലെയിം ഓഫ്. ഇതിങ്ങനെ വറ്റിക്കണമെന്നുണ്ടെങ്കിൽ വറ്റിക്കാട്ടോ. മസാല കൂട്ടിയെടുത്തത് അടിപൊളി.